ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ് വെൽക്കം ബാക്ക് ടു ഷെർലോക്ക് 360. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ലൈബ്രറിയിൽ പോയി മെമ്പർഷിപ്പൊക്കെ എടുത്ത് അവിടുന്ന് കുറച്ചധികം പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് തീർത്തിട്ടുണ്ട്. വായിച്ച് തീർന്ന പുസ്തകങ്ങൾ തിരികെ വെച്ചിട്ട് നമ്മൾ പുതിയ പുസ്തകങ്ങൾ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത ലൈബ്രറിയിൽ പുസ്തകങ്ങളുടെ കളക്ഷൻ കുറവാണ്. നമ്മൾ ലൈബ്രറിയെ കുറ്റം പറയുകയല്ല, പക്ഷേ നമ്മളുടെ ആവശ്യം അല്ലെ നമ്മുടെ ചാനലിനും നമുക്കും ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എഴുത്തുകാരൻ ആ പുസ്തകത്തിലെ കണ്ടൻറ്റ്, അത് കഥയായിക്കോട്ടെ, ചെറുകഥയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, തിരക്കഥയായിക്കോട്ടെ, ഇതെല്ലാത്തിൻ്റെ പുറകിലും അവർ ശരിക്കൊരു സ്റ്റഡി നടത്തി, അന്വേഷണം നടത്തി, അതിൽ ഓരോ കാര്യങ്ങളും നോട്ട് ബൈ നോട്ടായിട്ട് നോട്ട് ചെയ്ത്, സ്റ്റഡി ചെയ്ത്, ഒബ്സർവ് ചെയ്ത് പഠിച്ചതിന് ശേഷമായിരിക്കും അവർ ആ നോവൽ എഴുതാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ നോവൽ എഴുതി അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ചധികം വഴികളിലൂടെ അവർ സഞ്ചരിച്ചതിന് ശേഷമായിരിക്കും. അപ്പോൾ നമ്മൾ രുദ്രതാളം എന്ന് പറയുന്ന ഒരു നോവൽ ആദ്യം എടുത്ത് വായിച്ചപ്പോൾ അത് അത്യാവശ്യം ഒരുപാട് മാന്ത്രികവും ഒരുപാട് ഹൊററും ഒരുപാട് ത്രില്ലറും ആയിട്ടുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു ആവറേജ് രീതിയിൽ കഥയിലെ റിവഞ്ച്, ട്വിസ്റ്റ്, മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ രീതിയിലൊരു ഹൊറർ, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ഏറ്റുമാനൂർ ശിവകുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ നമ്മളെ ഒരു ചെറിയ രീതിയിൽ മാന്ത്രികമായ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് വായനയുടെ ഒരു ശക്തി, പവർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഏറ്റുമാനൂർ ശിവകുമാറിൻ്റെ ഈ രുദ്രതാളം എന്ന് പറയുന്ന നോവൽ നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള നോവലുകൾ കൂടി നമുക്ക് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകങ്ങൾ തപ്പി ഞാൻ ലൈബ്രറി ചെന്നെങ്കിലും എനിക്ക് ആ പുസ്തകങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ കുറച്ചുകൂടി വലിയൊരു ലൈബ്രറിയിലോട്ട് പോയി നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ കിട്ടുമെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാമെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചത്. പിന്നെ നമ്മൾ ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇന്നത്തെ ഒരു ദിവസം ആൾക്കാർ വായിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവച്ച പുസ്തകങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അതിൽ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഒരു മൈൻഡിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ തിരഞ്ഞെടുത്ത കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ച് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കണ്ടൻറ്റുകൾ എടുത്തതിന് ശേഷം നമ്മുടെ ചാനലിലും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഇത് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും അത് നമുക്ക് ഫ്യൂച്ചറിൽ യൂസ്ഫുള്ളായിരിക്കാം. അതുപോലെ തന്നെ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടെന്നറിയാം. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും നമുക്കുണ്ടാവണം. നമ്മൾ ഓരോ പുസ്തകത്തെപ്പറ്റി വായിച്ചതിന് ശേഷവും ചെറിയ രീതിയിൽ ആ പുസ്തകം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉള്ളടക്കം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവരെ, നമ്മുടെ വ്യൂവേഴ്സിന് നമ്മളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളൊരു പുസ്തകത്തെ പറ്റിയൊന്നും പറയുന്നില്ല. കാരണം അത് വായിക്കാത്തവരാണെങ്കിൽ ആ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് നമ്മൾ അതിനകത്ത് ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മളത് വായിക്കാനിരിക്കുന്ന ഒരാളുടെ വായനയുടെ ആ ഒരു ഫീല് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ രീതിയിലൊരു ഷോർട്ടായിട്ട് ഉള്ളടക്കം പറഞ്ഞു പോകുന്നത്. പിന്നെ ഞാൻ ഈ എടുക്കുന്ന ഓരോ പുസ്തകങ്ങൾക്കും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചാണക്യസൂത്രം എന്ന് പറയുന്ന പുസ്തകവും നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക്. ഇതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻ നമ്മുടെ ഓരോ വീഡിയോസിലും പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.